ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയിൽ നിന്നും ആ 4 ചെറുപ്പക്കാർക്കും നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അവർ അതും ഓർത്ത് ദേഷ്യത്തോടെ കള്ളും കുടിച്ച് റിസോർട്ടിൽ ഇരിക്കുകയാണ്. അതേ റിസോർട്ടിൽ തന്നെയാണ് സച്ചിയും രേവതിയും റൂം എടുക്കുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ഫോൺ ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴാണ് സച്ചിയും രേവതിയും ഇതേ റിസോർട്ടിലാണ് എന്നറിഞ്ഞത്. അയാൾ വേഗം അകത്തേക്ക് പോയി രേവതിയെയും സച്ചിയെയും ഇവിടെ തന്നെയാണ് റൂം എടുത്തിരിക്കുന്നത്, ഇതുതന്നെയാണ് പ്രതികാരം ചെയ്യാൻ പറ്റിയ സമയം എന്നും പറയുന്നുണ്ട്. ഏതു വിധേനയെങ്കിലും സച്ചിയെ തല്ലി ഒതുക്കണം, എന്നിട്ട് രേവതിയെ എൻ്റെ മുമ്പിൽ വലിച്ചിഴച്ചു കൊണ്ടുവരണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം ചന്ദ്രോദയത്തിൽ സുധിയും ശ്രുതിയും വാഗമണ്ണിലേക്ക് ടൂർ പ്ലാൻ ചെയ്ത് ചന്ദ്രമതിയുടെയും രവിയേട്ടൻ്റെയും അനുവാദം ചോദിച്ചപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഇപ്പോൾ ആ ട്രിപ്പിനൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നത്, ഇത് നല്ല സമയമാണ് അമ്മേ എന്ന് പറഞ്ഞതും, എന്ത് നല്ല സമയം, ശ്രുതിയുടെ അച്ഛൻ മരിച്ചതിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാനിരിക്കുന്നതേയുള്ളൂ, ഈ ഒരു മരിച്ച സമയത്ത് തന്നെയാണോ ടൂർ പോകേണ്ടത് എന്ന് ചോദിച്ച് ചന്ദ്രമതി അത് എതിർക്കുന്നുണ്ട്. ഇവിടെ റൂമിൽ സച്ചിയും രേവതിയും പ്രേമസല്ലാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് 4 പേരും ഭയങ്കര ബഹളവും പാട്ടുമായി ഇവരെ പരമാവധി ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. സച്ചിയുടെ സ്വഭാവം വെച്ച് വീണ്ടും അടിക്കുള്ള ഒരു ചാൻസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.